ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഗെയിമൊന്നുമല്ല കളിക്കാൻ പോണേ. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ സ്പോർട്സിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോണേ. കുറേ കളക്ഷൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ കുറേ ജേഴ്സി എനിക്കുണ്ട്. അവിടെ മാക്സിമം ഒരു 8-9 ജേഴ്സി എനിക്കുണ്ട്. അത് തപ്പിപ്പൊടിച്ചെടുക്കുകയാണെങ്കിൽ നാളെയോ എവിടേക്കോ കൊണ്ടുപോയി എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകണേ എൻ്റെ ജേഴ്സിൻ്റെയും ബൂട്ടിൻ്റെയും സോക്സിൻ്റെയും എല്ലാത്തിൻ്റെയും കളക്ഷനൊക്കെയാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറയുന്ന സ്പോർട്സിൻ്റെ കളക്ഷന്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. അങ്ങനെ സിബ് എവിടെയാണ്? ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ആദ്യം നമുക്ക് ബൂട്ടിൽ നിന്ന് തുടങ്ങാം. ഇതിപ്പോൾ എടുത്ത് വാങ്ങിച്ച ബൂട്ടാണ്. ഗൈസ്, ലുക്ക് അറ്റ് മൈ ന്യൂ ബൂട്ട്സ്. ഇതിപ്പോൾ ഒരു മെയ് 11 മേടിച്ചതാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എന്താണെന്ന് അറിയാം, എൻ്റെ സ്കൂളിലൊരു കോച്ചിങ് ഉണ്ട്, അതിന് ഇടാൻ മേടിച്ചതാണ്. പിന്നെ ജേഴ്സീസും ഉണ്ട്, അത് കാണിക്കാം. ഇത് മാത്രമല്ല, ബൂട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. നൈക്കിൻ്റെ നല്ല കേട്ടോ, ഇത്രയും അഫോർഡ് ചെയ്യാനുള്ള ഇത് 699 നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കും വല്ല ഇതുണ്ടോ എന്തോ വെക്കണമെന്തോ സ്വിച്ച്. അതൊന്നല്ല ഗൈസ്, നമ്മൾ വെയിലത്തേക്ക് വെച്ചത് പർപ്പിൾ കളറാവും. പിന്നെ വെയിലത്തിന് മാറ്റിയാൽ പോവില്ല, പിന്നെ കുറച്ച് നേരം എടുക്കും പോവാൻ. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ സ്റ്റഡ്സ് കണ്ടു, ഞാൻ യൂസ് ചെയ്തിട്ടായതാണ് ഈ മണ്ണ് കുറച്ച് ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബൂട്ട്സ്, നമ്മുടെ അടുത്ത സാധനത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സോക്സ്, കണ്ടില്ലേ? ഒരു സോക്സും കൂടി ഉണ്ട്, വെള്ള സോക്സ് ഉണ്ട്. അയ്യോ ഗൈസ്, വെള്ള സോക്സ് കാണാനില്ല കേട്ടോ. വെള്ള സോക്സ് വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് വരെ ഗൈസ്. ഞാൻ നോക്കിയിട്ട് വരെ ഗൈസ്. വെള്ള സോക്സ് കാണാനില്ല. ഞാൻ പിന്നെ തപ്പിപ്പിടിച്ചെടുത്തോണ്ട് ഇപ്പം നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് കറോ ബൈ. അപ്പോൾ പിന്നുള്ള കളക്ഷൻ ഞാൻ കാണിക്കാൻ മറന്നു. സോക്സിൻ്റെ പേര് ഇത് പുറം മറിച്ചിടാനൊന്നും പറ്റില്ല, ചോദിക്കുക ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഷിൻ പാഡ്സിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ഷിൻ പാഡ്. കോച്ചിങ് തുടങ്ങിയിട്ടൊരു 4 മാസം കഴിഞ്ഞിട്ട്. ഇതാണ് എൻ്റെ ഷിൻ പാഡ്, നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് ചളി വന്നത്. ചെറിയൊരു ചെളിയുണ്ട്. ക്യാമറ കൂടെ കണ്ട വെള്ളയാണ്, പക്ഷെ റിയലായിട്ട് കാണുമ്പോൾ ഫുള്ള് ചളി കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവ് ഉണ്ട്. പുതിയൊരു സ്ലീവാണ്. കോസ്മോസ് സ്പോർട്സ് അറിയാലോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ സ്ലീവിൻ്റെ പേര്. പിന്നെ ലാസ്റ്റത്തേന്ന് വരുമ്പോൾ നമുക്ക് ഒരു ഗോളീൻ്റെ ഒരു ഗ്ലൗസ് ഉണ്ട്, സ്ട്രാപ്പുള്ളത് അല്ലേ, സ്ട്രാപ്പുള്ളതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജേഴ്സി കളക്ഷനിലോട്ട് വരുമ്പോൾ ഒരു ഫുൾ സ്ലീവിൻ്റെ ഒരു ഇതുണ്ട്. എന്താ റിയൽ മാഡ്രിഡ് റൊണാൾഡോ ഈ ജേഴ്സി ഇട്ടിട്ടാണ് ബൈസൈക്കിളൊക്കെ അടിച്ചത് ഗൈസ്. ക്രിസ്ത്യാനോ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്. റിയലാണോ ഫേക്കാണോ എന്നൊന്നും അറിയില്ല. ഇതാണ്
ഇതിൻ്റെ ട്രൗസർ ബ്ലാക്കാണ്, റിയൽ ട്രൗസർ ബ്ലൂ ആണ്. അതവിടെ ഇല്ല. ഇതാണ് ട്രൗസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു റിയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി ഉണ്ട്. വെള്ള ഇതാണ് നമ്മുടെ ജേഴ്സി വരുന്നത്. ജേഴ്സി ചെറിയ ഇട്ട് നോക്കി നല്ലതാണ്. പിന്നെതാ ബെല്ലിംഗത്തിൻ്റെ ജേഴ്സി കേട്ടോ. പിന്നെ അതിൻ്റെ ട്രൗസർ റിയൽ ട്രൗസർ അല്ല കേട്ടോ, ഇതൊരു വേറെ ഏതൊരു വൈറ്റാണ്. ഇതും കോസ്മോസിന് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ ബാഴ്സലോണയുടെ ഇതിന് ഇതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്, ട്രൗസർ ഷോർട്സ്. അത് നമുക്ക് ഷോർട്സ് കാണിക്കാം. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് വാങ്ങിയില്ല. കാരണം ഏതാ മനസ്സിലാവണ്ടേ. ബാഴ്സലോണയുടെ കൂടെ ലോഗോ ഉള്ളതുകൊണ്ട് ഇനി 150 കുറച്ചും കൂടി പ്രൈസ് കൂട്ടിയാണ്, കുറച്ച് കോസ്റ്റ്ലി. ഇനി പിന്നെ നമ്മുടെ സ്റ്റിക്ക് ജേഴ്സിയിലോട്ട് വരാം. അതാ ഗൈസ് ബ്ലാക്ക് ട്രൗസർ. പിന്നെ നമ്മുടെ നൈസൊരു ജേഴ്സി ഉണ്ട്. ഇത് റിയലല്ല തോന്നുന്നു, ഇത് റിയലല്ല കേട്ടോ. അല്ല, മെസ്സിൻ്റെയാണ്. മെസ്സി ബാഴ്സലോണയുടെ. ഇപ്പം നമ്മൾ കാണിച്ചത് അഡിഡാസിൻ്റെ, ഇത് നൈക്കീൻ്റെ ജേഴ്സി. ഇത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ ജേഴ്സിൻ്റെയും കിറ്റിൻ്റെയും ഒക്കെ കളക്ഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.